KR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നമാണ് ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ രാപകലില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് ആണ് റാങ്ക് ലിസ്റ്റിൽ എത്തുന്നത്. അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ എത്തിയതിനു ശേഷം തങ്ങളുടെ അഡ്വൈസ് മെമ്മോ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗാർത്ഥികളും തങ്ങളുടെ ടേൺ ആവുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയും അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തി അങ്ങനെ അഡ്വൈസ് മെമ്മോ കിട്ടിയതിന് ശേഷം ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന അവസരത്തിൽ അവിടെ ഒഴിവില്ല എന്ന് പറയുമ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ തകർന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാവുന്നത്. അങ്ങനെ PSCയുടെ അഡ്വൈസ് മെമ്മോ ലഭിച്ച് ജോയിൻ ചെയ്യാൻ ചെന്നപ്പോൾ ഒഴിവില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിചിത്ര മറുപടി ലഭിച്ച ഉദ്യോഗാർത്ഥികളുടെ കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ സംസ്കൃത അധ്യാപക തസ്തികയിൽ നിന്ന് വന്ന 4 ഒഴിവിലേക്ക് നിയമന ഉത്തരവ് പ്രതീക്ഷിച്ചവർക്കാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അനധികൃതരുടെ നിരാകരണ മറുപടി ലഭിച്ചത്. കൊല്ലം ഏഴുകോൺ സ്വദേശിയടക്കം സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ നിന്ന് അഭ്യസ്ത വിദ്യരായ യുവതികളാണ് സർക്കാർ ജോലി കയ്യെത്തും ദൂരത്ത് നഷ്ടമായ അവസ്ഥയിലായത്. 2 ആഴ്ചക്കകം നിയമനം ലഭിച്ചില്ലെങ്കിൽ ഇവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. PSCയിൽ നിന്ന് കഴിഞ്ഞ ജനുവരി 27-നാണ് അഡ്വൈസ് മെമ്മോ ലഭിച്ചത്. ഇവരിൽ ഒരാൾ ഭിന്നശേഷിക്കാരുമാണ്. അപ്പോൾ നിയമന ഉത്തരവ് കാത്തിരുന്നവർക്ക് 3 മാസം കഴിഞ്ഞിട്ടും ലഭിക്കാതിരുന്നതോടെ പത്തനംതിട്ട DD ഓഫീസിൽ അന്വേഷിച്ചപ്പോഴാണ് ഇപ്പോൾ ഒഴിവില്ല എന്ന് PSCക്ക് വിവരം കൈമാറാൻ വൈകിയത് കൊണ്ടാണ് അഡ്വൈസ് മെമ്മോ ലഭിച്ചത് എന്ന മറുപടി ലഭിച്ചത്. തുടർന്ന് PSCയെ സമീപിച്ചപ്പോൾ പത്തനംതിട്ട DD ഓഫീസിൻ്റേത് ഭരണഘടനാ വിരുദ്ധ നിലപാടാണെന്ന് വിശദീകരണമാണ് ലഭിച്ചത്. പത്തനംതിട്ടയിലെ തസ്തിക ഇല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും മാറ്റി നൽകണമെന്ന അഭ്യർത്ഥന വിദ്യാഭ്യാസ വകുപ്പ് ആ കാര്യത്തിൽ മൗനം പാലിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. കാലതാമസം സൃഷ്ടിക്കുന്നു എന്നതിലാണ് കേസിന് പോകാത്തത് എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള മറുപടി. എന്താണേലും DD ഓഫീസിന് മുമ്പിൽ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അതേസമയം 4 ഒഴിവ് ഉണ്ടായിരുന്നപ്പോൾ അത് PSCക്ക് റിപ്പോർട്ട് ചെയ്തതെന്നും ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളില്ലാത്ത തസ്തിക നഷ്ടമായത് സ്കൂൾ അധികൃതരെ അറിയിക്കാൻ വൈകിയതിനാൽ യഥാസമയം PSCയെ ബോധ്യപ്പെടുത്താൻ കഴിയാതിരുന്നതുമാണ് പ്രതിസന്ധിക്ക് കാരണമായത് എന്നാണ് DD ഓഫീസ് സൂപ്രണ്ടിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ലിസ്റ്റിൽ ഒരാളെ ഒഴിവാക്കി നിയമനം സാധ്യമല്ല. തൽക്കാലം ഇവരെ ജോലിക്കെടുത്ത ശേഷം തസ്തിക ഇല്ലാതായതിന്റെ പേരിൽ ഒരാളെ പിരിച്ചുവിട്ടാൽ അത് ദ്രോഹമാകും എന്നും പറയുന്നുണ്ട്. വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അതിന് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുമെന്നൊക്കെയാണ് DD ഓഫീസിൽ നിന്നൊക്കെ ഉദ്യോഗാർത്ഥികൾക്ക് അറിയാൻ കഴിഞ്ഞു. എന്താണേലും ഉദ്യോഗാർത്ഥികൾ വളരെ ഒരു വിഷമ അവസ്ഥയിലാണ് മുമ്പോട്ട് പോകുന്നത്. അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടും നിയമനത്തിന് ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടെ ഒഴിവില്ല എന്നുള്ള അറിവാണ് കിട്ടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ലഭിക്കേണ്ട ജോലി ഇത് ലഭിക്കാതിരിക്കുമോ. 2 ആഴ്ച കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. ആ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ജോലി ലഭ്യമാകണമെന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ DD ഓഫീസിന് മുമ്പിൽ സമരം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠിച്ച് ജോലി ലഭിക്കുക എന്നുള്ളത് അവരുടെ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി എത്രയധികം കഷ്ടപ്പാടുകളാണ് നേരിടേണ്ടി വരുന്നതെന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.